ആശീർവാദി വന്നപ്പോ ഞങ്ങളെ ഫസ്റ്റ് ബാച്ച് ആണല്ലോ നമ്മള്. ആകെ 3 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും അരുണിമയും കൃഷ്ണയും. അത് കഴിഞ്ഞാണ് പിന്നെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ വരുമ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, അയ്യോ ഷോകായിരിക്കുമോ എന്തായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം നമുക്കറിയാവുന്ന ആശീർവാദം മൊത്തത്തിൽ എല്ലാവരും എപ്പോഴും ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ എന്താ പറയാ അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് അറിയാവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കണ ആരെയും നമുക്ക് അറിയാനും പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അന്നത്തെ കോർഡിനേറ്റർ ഗായത്രി ചേച്ചി ആയിരുന്നു. അപ്പൊ ചേച്ചി ആണെങ്കിൽ തന്നെ എല്ലാ ദിവസവും വരും. അന്ന് തന്നെ രാവിലെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, പഠിക്കാതെ ക്ലാസ്സിൽ കയറ്റിയില്ല. സാറാണ് അതിൽ സ്ട്രിക്റ്റ്. ഞാനാണ് സാധാരണ ഫസ്റ്റ് ഡേ വരുമ്പോൾ പിള്ളേർക്ക് ഇച്ചിരി കൺസിഡറേഷൻ ഒക്കെ കൊടുക്കും. ആദ്യ ദിവസം നമ്മുടെ സമയം 8 മണിയായിരുന്നു. ഞാൻ 8:15 വന്നെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ എന്നെ ചീത്ത പറഞ്ഞ ആളാണ് മനസ്സാറ്. അതിലും പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ കുളിക്കാതെ വരാൻ ഇവിടെ വന്നോണ്ടിരുന്നത്. സമയം കിട്ടിയില്ല, എണീക്കുമ്പോ തന്നെ 7:45 ഇവിടെ 8 മണിക്ക് കയറിയില്ല. സാറ് പറയും വന്ന പോലെ തിരിച്ചു പൊക്കോളാൻ പറയും. പിന്നെ പയ്യെ പിള്ളേരെല്ലാം വരാൻ തുടങ്ങി. കോൺവെന്റിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് ഇറങ്ങി. ഇഷ്ടം പോലെ ആൾക്കാരായി. ഇവന്മാരെല്ലാരും വന്ന് ആശീർവാദം നല്ല വൈബായത്. ചേച്ചി വന്ന ഫസ്റ്റ് ഡേ തന്നെ. അപ്പൊ ചേച്ചിനെ നമുക്ക് ആകെ അറിയത്തില്ല, ജസ്റ്റ് കെമിസ്ട്രി ടീച്ചർ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുമായിരുന്നു. കാര്യമായിട്ട് പറയാണ്, ബയോളജി അതിലും അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ ബയോളജി ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഫസ്റ്റ് ഡേ ഒന്ന് ആലോചിച്ച് നോക്കണം, കർക്കിടകം 1 ഞാനും അഭിനവും അതുപോലെ തന്നെ ദേവാംഗനെ ഞങ്ങൾ 3 പേരും വന്നേ ഉള്ളൂ. 8 മണിക്ക് 7:30 ട്യൂഷൻ. ഞങ്ങളിവിടെ വന്നപ്പോ 8:15. ചേച്ചി ഫസ്റ്റ് ചാർജ് എടുത്ത ദിവസം അന്ന് തന്നെ മനസ്സാറ് എങ്ങനെ കണ്ടെന്നറിയാൻ പറ്റില്ല. സാർ ഇവിടെ ഇല്ലായിരുന്നു. സാറ് CCTV നോക്കി വിളിച്ചു പറഞ്ഞു 3 എണ്ണത്തിന് ഇറക്കി വിട്ടോ. കർക്കിടകം 1 തന്നെ ഞങ്ങളുടെ ഷോക്കായി പോയി. അന്ന് തന്നെ ഞങ്ങൾ 3 പേരും അതേപടി തിരിച്ച് വീട്ടിൽ വിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ താമസിച്ചെന്നും പറഞ്ഞ് അല്ലെങ്കിൽ എന്റെ ഒരു കംപ്ലൈന്റ് കേട്ടിട്ട് എന്റെ അച്ഛൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ വന്നത്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ചേച്ചി നമുക്ക് ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം വരുമ്പോ തുടങ്ങണ അടിയാ, എന്തോ ഒരു അടി കൊണ്ടേക്കണം. അടിച്ചടിച്ച് അതെ, ചേച്ചിക്കും കുഴപ്പമില്ല, എത്ര നല്ല കിട്ടിയാലും നമുക്കൊരു നാണോ ഇല്ല. എന്തോ ഒരു അടിയാ മേടിച്ചിരിക്കണേ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് പയ്യ ഓണമൊക്കെ ആയി. സത്യം പറഞ്ഞ ആശീർവാദി ചേർന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ഓണ സെലിബ്രേഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല. അടിപൊളി ഓണ സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ +1 സെലിബ്രേഷന് വേണ്ടി മാത്രം ഇവിടെ ചേർന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കണ പലരും ആലോചിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാണ് പയ്യെ ഓരോരോ ടീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഓരോ ടീച്ചേഴ്സ് മാറി മാറി വരുന്നതും. ആദ്യമൊക്കെ ഐശ്വര്യ ടീച്ചറിന് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ തുറന്ന ക്ലാസ്സിൽ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാവരോടും കമ്പനിയായി. എല്ലാ ടീച്ചർമാരും ഒരുപാട് നമുക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവരും പാവമായിരുന്നു. നമ്മുടെ കുഴപ്പം കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം കണ്ടായിരുന്നു. പിന്നെ ഓരോ ദിവസവും ആശീർവാദി മഞ്ഞത് ഇഷ്ടമായിരുന്നു. സൺഡേ പോലും ഇവിടത്തെ ട്യൂഷൻ 7:30 അല്ലെങ്കിൽ 7 മണിക്കാ. എന്നിട്ടോ ഇതല്ല, ചില ദിവസമൊക്കെ 7 മണിക്ക് വന്നിട്ട് 4:30 വരെയൊക്കെ ഇരുന്ന ദിവസം. ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിനേക്കാളും ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആശീർവാദി തന്നെയാണ്. ഓരോ ക്ലാസ്സിലുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ടീച്ചേഴ്സ് ആവട്ടെ എല്ലാവരും ആവട്ടെ, നമ്മുടെ ബാച്ച് അടിപൊളിയായിരുന്നു.